ഓക്കെ, നമുക്ക് ഇന്ന് പാഠം 15 അതായത് കുട്ടിയും പൂമ്പാറ്റയും എന്ന പാഠത്തിന്റെ ആക്ടിവിറ്റീസ് നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലേ? നമുക്കതൊന്ന് പറയാം. അപ്പോൾ ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 61 എടുത്ത എല്ലാ മക്കളും ശ്രദ്ധിച്ച് എല്ലാവരും. ഓക്കെ, അപ്പൊ അതിലെ പഠന പ്രവർത്തനങ്ങളിൽ ഫസ്റ്റ് അർത്ഥം അറിയാമെന്നുണ്ട് അല്ലേ? വല്ലി, വള്ളി, ചെമ്മേ, ഭംഗിയായി. അപ്പൊ അതിന് തൊട്ട് മുന്നേയുള്ള പാഠത്തിന്റെ, അതായത് നമ്മുടെ എന്താണ് പെരുന്നാൾ സമ്മാനത്തിന്റെ നോട്ട് എല്ലാം എടുത്ത് എഴുതിയോ നിങ്ങൾ നോട്ടിലേക്ക്? ഇനി ആരെങ്കിലും നോട്ട് കംപ്ലീറ്റ് ചെയ്യാത്തവരുണ്ടോ? ഇല്ല അല്ലെ? എല്ലാവരും എഴുതിയോ? ഓക്കെ, അപ്പോ നമുക്ക് ഇനി അടുത്ത പാഠത്തിന്റെയാണ് ഇന്ന് എഴുതേണ്ടത്. വല്ലി, വള്ളി അല്ലേ? അർത്ഥം എഴുതണേ. അർത്ഥം: വല്ലി, വള്ളി, ചെമ്മേ, ഭംഗിയായി, വിണ്ണ്, ആകാശം, നൽപൂമ്പാറ്റ, ഭംഗിയുള്ള ചിത്രശലഭം, മാഴ്കൊല്ല, കരയരുത്, അമ്മട്ട്, അപ്രകാരം. അപ്പോൾ പാഠം 15 കുട്ടിയും പൂമ്പാറ്റയും എഴുതിയിട്ട് നിങ്ങൾ ഈ അർത്ഥം എഴുതുക. അത് കഴിഞ്ഞിട്ട് പകരം പദങ്ങളാണ്. അപ്പൊ ഇന്ന് നിങ്ങൾ രാത്രിക്ക് എഴുതണം കേട്ടോ, അത് കംപ്ലീറ്റ് നോട്ടിലേക്ക് എഴുതണം. അപ്പൊ നെക്സ്റ്റ് പകരം പദം കണ്ടെത്താം എന്നാണ്. വല്ലി എന്ന വാക്കിൻ്റെത് വള്ളി, ലത. നെക്സ്റ്റ് അമ്മ. എന്താണ് അമ്മയുടേത്? മാതാവ്. ഓക്കെ, നെക്സ്റ്റ് വിണ്ണ്. വിണ്ണിന്റെ എന്താ? അറിയാലോ, അത് കാണാതെ തന്നെ നിങ്ങൾക്ക്. മാനം, ആകാശം അല്ലേ? വാനം, ആകാശം. മൂന്നാമത്തെ നിങ്ങൾ ഇപ്പൊ എഴുതിക്കോ, കൂടിക്കളിപ്പാൻ എന്നാണ്. അപ്പോ അതവിടെ തന്നിട്ടുണ്ട്. കൂടി അധികം കളിപ്പാൻ അല്ലെ? കൂടി പ്ലസ് കളിപ്പാൻ. മൂന്നാമത്തെ നമ്മുടെ ടെക്സ്റ്റിൽ എഴുതണം. ടെക്സ്റ്റ് കംപ്ലീറ്റ് ചെയ്യണം, നമുക്ക് ഇപ്പൊ ഉണ്ടല്ലോ ചെയ്യാൻ. അപ്പോ പിന്നെ മറ്റേത് അതിന് ശേഷമുള്ളത് നിങ്ങൾ നോട്ടിലേക്ക് എടുത്ത് എഴുതിയാൽ മതി. അപ്പൊ ഇതൊക്കെ എഴുതണം നോട്ടിലേക്ക്. കൂടിക്കളിപ്പാൻ, കൂടി അധികം കളിപ്പാൻ. നെക്സ്റ്റ് വയ്യേ എനിക്ക്. എങ്ങനെയാ പിരിച്ചെഴുതുക? വയ്യേ എനിക്ക് എന്നുള്ളത് എങ്ങനെ പിരിച്ചെഴുതും? വയ്യേ പ്ലസ് എനിക്ക്. അല്ലെങ്കിൽ വയ്യ പ്ലസ് എനിക്ക് എന്ന് എഴുതിയാലും മതി. വയ്യ പ്ലസ് എനിക്ക്, വയ്യേ എനിക്ക്, വയ്യ എനിക്ക് അതേ അർത്ഥത്തിൽ തന്നെയാ വരുക. വയ്യേ പ്ലസ് എനിക്ക് എന്ന് എഴുതിയാലും മതി. എഴുതണോ? വയ്യ പ്ലസ് എനിക്ക് എന്നല്ലേ ഇതിലുള്ളത്? വയ്യേ വേണമെന്നാണ് ഇതിലും ഉണ്ട്, തെറ്റായിരുന്നു തോന്നുന്നു. വയ്യേ പ്ലസ് എനിക്ക്, വയ്യ പ്ലസ് എനിക്ക് എഴുതിയാലും മതി. വയ്യ അധികം മിസ് മ്യൂട്ടാ. വയ്യേ പ്ലസ് എനിക്ക് എഴുതിക്കോ കേട്ടോ. വയ്യേ. ഇപ്പൊ കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലേ മക്കളെ? കേൾക്കുന്നില്ലേ? ഷെഫി കേൾക്കുന്നുണ്ടോ? ഷെഫി നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ? അപ്പൊ ഞാനില്ല. കേൾക്കുന്നുണ്ടോ മക്കളെ? ഇല്ല, എന്റേത് കറക്റ്റ് ആയി. ഓക്കെ, കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ, അപ്പോ നമ്മള് ഇത് പിരിച്ചെഴുതുക അല്ലെ?
പിരിച്ചെഴുതുകയിൽ ഫസ്റ്റ് വൺ അതിലുണ്ട്. നെക്സ്റ്റ് വയ്യേ പ്ലസ് എനിക്ക്. വയ്യേ എനിക്ക്. വയ്യാത്ത എനിക്ക് എഴുതിയോ? എന്തൊരു സൗണ്ടാണ്. ഏതുവരെ? ഓക്കെ. ഓമൽ പ്ലസ് ഉണ്ണി, ഓമലുണ്ണി. നെക്സ്റ്റ് പറന്നമ്മേ. പറന്ന് പ്ലസ് അമ്മ. പറന്ന് അധികം അമ്മേ. പറന്ന് അധികം അമ്മേ. പറന്നമ്മേ. നെക്സ്റ്റ് ആകാത്തതിങ്ങനെ. ആകാത്തത് പ്ലസ് ഇങ്ങനെ. ഓക്കെ. ആകാത്തത് ആകാത്തത് അധികം ഇങ്ങനെ. ആകാത്തത് അധികം ഇങ്ങനെ. ആകാത്തതിങ്ങനെ. ഓക്കെ. നെക്സ്റ്റ് 4 ചേർത്ത് എഴുതാം അല്ലെ. പോവുന്നു പ്ലസ് ഇതാ. പോവുന്നിതാ. അടുത്ത എന്താണ്? തരാം പ്ലസ് അമ്മേ. തരാം അമ്മേ. അമ്മ എന്നാണ്. തരാമമ്മ. ഓക്കെ. തരാമമ്മ. ഇത് കളഞ്ഞോട്ടെ മക്കളെ. ഫിനിഷ് ആണോ എല്ലാവർക്കും? ഇപ്പൊ തരാമമ്മ. തരാമമ്മ. തരാം പ്ലസ് അമ്മ. തരാമമ്മ. ഓക്കെ. അടുത്തത് 5ാമത്തത് ആക്ടിവിറ്റീസ് എന്താണ്? സമാന പദങ്ങൾ കണ്ടെത്താം എന്നാണ്. സമാന അർത്ഥമുള്ള പദങ്ങൾ വരകൾ കൊണ്ട് യോജിപ്പിക്കുക അല്ലേ. എന്താ ഉള്ളത്? ചിത്രശലഭം. ഒന്ന് യോജിപ്പിച്ചേ. എല്ലാരും ഒറ്റക്കൊന്ന് യോജിപ്പിച്ചേ നോക്കട്ടെ. യോജിപ്പിച്ചോ? ഓക്കെ, ഗുഡ്. ചിത്രശലഭം എന്താണ്? കുട്ടി, ഉണ്ണി. അപ്പോ ചിത്രശലഭം എന്നുള്ളത് പൂമ്പാറ്റിയിലേക്ക് വരക്കുക. കുട്ടി എന്നുള്ളത് ഉണ്ണിയിലേക്ക് വരക്കുക. പറക്കുവാൻ, പറപ്പാൻ. വെറുതെ, വെറുതെ. മാച്ച് ചെയ്തോ എല്ലാവരും? നല്ല നീറ്റില് മാച്ച് ചെയ്യണേ. ഓക്കെ. നീറ്റില് മാച്ച് ചെയ്തോ? ഓക്കെ. ഇത് കംപ്ലീറ്റ് ആയോ? നേരെ എഴുതിയാ മതി. ഇത് നോട്ടിൽ എഴുതുമ്പോ എങ്ങനെയാ എഴുതണെന്ന് അറിയോ? ചിത്രശലഭം
പൂമ്പാറ്റ. അങ്ങനെ തന്നെ എഴുതിയാൽ മതി നിങ്ങൾ കേട്ടോ. നെക്സ്റ്റ് ചോദ്യോത്തര മത്സരമാണ്. അടുത്തത് 6ാമത്തത് ചോദ്യോത്തര മത്സരം നടത്താമെന്നാണ്. അതിലൊന്നാമത്തത്, വല്ലിയിൽ നിന്ന് എന്ത് പറന്നു പോകുന്നതായാണ് കുട്ടിക്ക് തോന്നുന്നത്? എന്താണ് ഞാൻ ചോദിക്കുന്ന ആള് പറഞ്ഞാൽ മതി. ഓക്കെ, പൂ പറന്നു പോകുന്നതായിട്ടാണ് കുട്ടിക്ക് തോന്നിയത് അല്ലേ? ഓക്കെ. അല്ല, എന്ത് പറഞ്ഞു പോകുന്നതായിട്ടാ തോന്നിയേ? പൂവ്. ഓക്കെ. വല്ലിയിൽ നിന്ന് പൂ പറന്നു പോകുന്നതായാണ് കുട്ടിക്ക് തോന്നിയത് അല്ലേ? ശരിക്കും എന്താണ് പറന്നു പോകുന്നത്? പൂമ്പാറ്റ. അപ്പോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ അതാണ്. രണ്ടാമത്തത്, എന്തുകൊണ്ടാണ് ആകാശം ഭംഗിയുള്ളതായി തോന്നുന്നത്? എന്തുകൊണ്ടാണ്? എന്നാ പൊങ്ങുന്നേ? പൂമ്പാറ്റയല്ലേ പൊങ്ങി പറക്കുന്നത്, അപ്പോഴല്ലേ ഭംഗിയുള്ളതായി തോന്നിയത്. ഓക്കെ. അപ്പൊ എന്തുകൊണ്ടാണ് ഭംഗിയുള്ള പൂമ്പാറ്റ ആകാശത്ത് പറന്ന് നടക്കുന്നതുകൊണ്ടാണ് ആകാശം ഭംഗിയുള്ളതായി തോന്നുന്നത് അല്ലേ? നെക്സ്റ്റ് മൂന്നാമത്തത്, ആകാശത്ത് പറക്കുന്ന പൂമ്പാറ്റകളെ കണ്ടപ്പോൾ കുട്ടിക്ക് ദുഃഖം തോന്നാൻ കാരണമെന്ത്? എന്തുകൊണ്ടാണ് ദുഃഖം തോന്നിയത്? ഓക്കെ, കുട്ടിക്ക് പറക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അല്ലേ കുട്ടിക്ക് ദുഃഖം വന്നത്. ദുഃഖം തോന്നാൻ കാരണം എന്തുകൊണ്ടാ? കുട്ടിക്ക് പറക്കാൻ പറ്റില്ല അല്ലേ? അതുകൊണ്ടാണ് കുട്ടിക്ക് ദുഃഖം തോന്നിയത്. അപ്പൊ 7ാമത്തെ എന്താണ്? 7th ആക്ടിവിറ്റി കണ്ടോ? ശ്രദ്ധിച്ചേ, നോക്കിയേ, എന്താ പറയുന്നത്? 7ാമത്തെ പറഞ്ഞേ, എന്താണ് പറയുന്നത്? സംഭാഷണം എഴുതാൻ അല്ലേ? സംഭാഷണം എഴുതാം. കുട്ടിയും അമ്മയും തമ്മിൽ നടത്തുന്ന സംഭാഷണം പൂർത്തിയാക്കുക അല്ലേ? കുട്ടി, ഈ വള്ളിയിൽ നിന്ന് ഭംഗിയുള്ള പൂക്കൾ പറന്നു പോകുന്നത് എന്താണ് അമ്മേ എന്ന് ചോദിച്ചു അല്ലേ? ഈ വള്ളിയിൽ നിന്ന് ഭംഗിയുള്ള പൂക്കൾ പറന്നു പോകുന്നത് എന്താണ് അമ്മേ? അപ്പൊ അമ്മ എന്താ പറയുന്നത്? കുട്ടി, നിനക്ക് തെറ്റിയതാണ്, ഇവയെല്ലാം പൂക്കളല്ല, ഭംഗിയുള്ള പൂമ്പാറ്റകളാണ് അല്ലേ? ഇവയെല്ലാം ഭംഗിയുള്ള പൂമ്പാറ്റകളാണ് എന്നാണ് അമ്മ മറുപടി പറയുന്നത്. നെക്സ്റ്റ് കുട്ടി പറയുന്നത്, അമ്മേ, പൂമ്പാറ്റകളെ പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ അവരോടൊപ്പം എന്ത് ചെയ്യാ? എന്താ പറയേണ്ടത് അമ്മ? അത് ഞാൻ പറഞ്ഞു തരുന്നു. എന്താ അമ്മയുടെ അടുത്ത എന്താ പറയേണ്ടത് കുട്ടി? അമ്മേ എന്താ പറയുക? പറഞ്ഞേ. അത് നമ്മ ചെയ്യേണ്ടതാണ്. പൂമ്പാറ്റകളെ പോലെ എനിക്ക് ചിറകുണ്ടെങ്കിൽ എനിക്കും അവരുടെ കൂടെ പറന്നു നടക്കാം. അവരെ പോലെ എനിക്കും പറക്കാമായിരുന്നു എന്ന് പറഞ്ഞു. എന്താ എഴുതേണ്ടത്? അന്നേരം എഴുതിക്കോ. അമ്മേ അമ്മേ എനിക്കും പൂമ്പാറ്റകളെ പോലെ ചിറകുണ്ടെങ്കിൽ എനിക്കും പറക്കാമായിരുന്നു. ഓക്കെ. എഴുതിക്കോ. അമ്മേ പൂമ്പാറ്റകളെ പോലെ അല്ല, ഇത് ആദ്യം ചെയ്തിട്ട് ഇവിടെ വെച്ചാൽ മതിയായിരുന്നു, എളുപ്പമായിട്ട്. പക്ഷെ അമ്മേ വരുന്നില്ല, നോക്കട്ടെ. അപ്പോ എന്താ എഴുതേണ്ടത്? അമ്മേ എഴുതി വെക്കണടാ, എന്നാലേ കിട്ടുമത്. മനസ്സിലായോ?
എഴുതരാം. അമ്മേ എഴുതിയിട്ട് വെക്കണം. അമ്മേ പൂമ്പാറ്റകളെ പോലെ പൂമ്പാറ്റകളെ പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞോ? സ്പീഡ് കിട്ടുന്നില്ല അതിൽ. പൂമ്പാറ്റകളെ പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ അവരെ പോലെ എനിക്ക് പറക്കാമായിരുന്നു. എഴുതിക്കഴിഞ്ഞോ? എനിക്ക് എഴുതാൻ അറിയോ മക്കളെ നിങ്ങൾക്ക്? എഴുതി. തെറ്റിക്കരുത് എഴുതിയത്. എനിക്ക് എന്നാണ് പറക്കാമായിരുന്നു. പറക്കാമായിരുന്നു. ഓക്കെ. നെക്സ്റ്റ് എന്താ അമ്മ പറയൂ അന്നേരം? കുഞ്ഞെ നമുക്ക് പറ്റാത്ത കാര്യത്തെ കുറിച്ച് ചൊല്ലി വേദനിച്ച് കരയരുത് അല്ലെ? അടുത്ത എഴുതിക്കോ. എന്താ പറയേണ്ടത് അമ്മ? കുഞ്ഞെ നമുക്ക് പറ്റാത്ത കാര്യത്തെ കുറിച്ച് ഓർത്ത് കരയരുത്. എഴുതരണോ? അത് എഴുതിക്കോളൂ. ഇത് എഴുതി കഴിഞ്ഞ മക്കളെ? ഇത് ഓക്കെ. എഴുതി കഴിഞ്ഞില്ലേ എല്ലാവർക്കും?
ക്ലിയർ ചെയ്യുന്നേ? ഓക്കെ. നെക്സ്റ്റ് എന്താ കുഞ്ഞെ നമുക്ക് പറ്റാത്ത കാര്യത്തെക്കുറിച്ച് ഓർത്ത് കരയരുത്. എഴുതിയോ? ഓക്കെ. എഴുതാൻ അറിയാത്തവർ ഇതിൽ നോക്കി എഴുതിക്കോ. കുറിച്ചോർത്ത് കരയരുത്. ഓക്കെ. കുഞ്ഞെ നമുക്ക് പറ്റാത്ത കാര്യത്തെക്കുറിച്ച് ഓർത്ത് കരയരുത്. ഓക്കെ. അത്രയാണ് ആ സംഭാഷണം ഉള്ളത്. എന്തൊക്കെയാണ്? ഈ വള്ളിയിൽ നിന്ന് ഒന്നുകൂടി വായിക്കാം. എഴുതിയോ? എഴുതിക്കഴിഞ്ഞ മക്കളെ? ഇപ്പൊ ഒന്നുകൂടി ആ സംഭാഷണം വായിക്കാം. ഈ വള്ളിയിൽ നിന്ന് ഭംഗിയുള്ള പൂക്കൾ പറന്നു പോകുന്നത് എന്താണമ്മേ? അപ്പൊ അമ്മ, കുട്ടി നിനക്ക് തെറ്റിയതാണ്, ഇവയെല്ലാം ഭംഗിയുള്ള പൂമ്പാറ്റകളാണ് എന്ന് പറഞ്ഞു. അപ്പൊ കുട്ടി എന്താ പറഞ്ഞേ? അമ്മേ, പൂമ്പാറ്റകളെ പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ അവരെ പോലെ എനിക്കും പറക്കാമായിരുന്നു. അപ്പൊ അമ്മ, കുഞ്ഞെ നമുക്ക് പറ്റാത്ത കാര്യത്തെക്കുറിച്ച് ഓർത്ത് കരയരുത്. നെക്സ്റ്റ് 8ാമത്തത് അല്ലേ? അതെല്ലാവരും എഴുതി കഴിഞ്ഞോ? ഓക്കെ. നെക്സ്റ്റ് കവിതയിൽ നിന്ന് ഉത്തരം കണ്ടെത്താം എന്നാണ്. 1ാമത്തത്, കുട്ടിക്ക് പൂമ്പാറ്റകളോടൊപ്പം കളിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ട്? എന്തുകൊണ്ടാ? കവിതയിൽ നിന്നുള്ള ഉത്തരം കണ്ടെത്തേണ്ടത്. വയ്യേ എനിക്ക് പറപ്പാൻ പറ്റാത്തതുകൊണ്ട് അല്ലേ? അപ്പൊ കവിതയിൽ നിന്നുള്ള വരികൾ തന്നെ എഴുതണം. അതുകൊണ്ടാണ് വയ്യേ എനിക്ക് പറപ്പാന്ന് പറഞ്ഞത്. അപ്പൊ കുട്ടിക്ക് പൂമ്പാറ്റകളോടൊപ്പം കളിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാ? കുട്ടികൾക്ക് പറക്കാൻ പറ്റാത്തതുകൊണ്ട് അല്ലേ? അപ്പൊ അതിൽ ആൻസർ ഉണ്ട്, അങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പൊ 2ാമത്തെ എന്താണ്? കുട്ടിയും പിച്ചകവും തമ്മിൽ എന്താണ് വ്യത്യാസം? പിച്ച നടന്നു കളിപ്പൂ, നീ പിച്ചകമുണ്ടോ നടപ്പൂ എന്നാണ് അതിന്റെ ഉത്തരം അല്ലേ? അതാ നമ്മുടെ വരികളിലുള്ളതാണ് അതിന്റെ ആൻസർ. എഴുതിയോ നീ അത്? അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്യണേ. അതെങ്ങനെയാ? കവിതയിൽ നിന്ന് തന്നെയുള്ള ഉത്തരാണ്. ആ വരി തന്നെയാണ്. വയ്യേ എനിക്ക് പറപ്പാൻ എഴുതിയിട്ട് കണ്ടോ? അതേപോലെയാണ് 2ാമത്തേന്റെയും. ആ വരികൾ തന്നെയാണ് എഴുതേണ്ടത്. ഏത്? നമ്മുടെ പോയംസിന്റെ ലൈൻ തന്നെ, പദ്യത്തിന്റെ വരികൾ തന്നെ എഴുതിക്കോ. കുട്ടിയും പിച്ചകവും തമ്മിൽ എന്താണ് വ്യത്യാസം? പിച്ച നടന്നു കളിപ്പൂ, നീ പിച്ചകമുണ്ടോ നടപ്പൂ. ആ വരി എഴുതാൻ പറ്റൂ അല്ലേ? നെക്സ്റ്റ് 3ാമത്തെ എന്താണ്?
നമ്മൾ എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? എന്താണ് അതിന്റെ ആൻസർ വരുക? എല്ലാം ഓമനെ ദൈവസങ്കല്പം അല്ലെ. ദൈവത്തിന്റെ ഇംഗിതത്തിനനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നാണ് അതിന്റെ ആൻസർ അല്ലേ. അപ്പൊ ആ വരികൾ തന്നെ എഴുതുക. എന്താണ് ആദിദേവേ? എന്തെങ്കിലും പറയാനുണ്ടോ ആദിദേവിന്? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? എല്ലാം ഓമനെ ദൈവസങ്കല്പം. എന്താണ്? ദൈവമാണ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ആള് അല്ലെ. അതാണ് അതിന്റെ അർത്ഥം. അപ്പോ അത് എഴുതണം കേട്ടോ. ആ വരികൾ എടുത്ത് എഴുതിയോ നിങ്ങള്? എഴുതിക്കോ. രണ്ടിന്റെ ആൻസർ അതെടുത്ത് എഴുത്. നോക്കി എഴുത്. പദ്യത്തിന്റെ ലൈനാന്ന് എഴുതണ്ടല്ലോ മിസ്. ഏതിന്റെ? രണ്ടാമത്തെ ഇന്ത്യ. ഓക്കെ. പിച്ച നടന്നു കളിപ്പൂ നീ പിച്ചകമുണ്ടോ നടപ്പൂ. ആ വരികൾ എഴുതുക. മൂന്നാമത്തേന് എല്ലാം ഓമനെ ദൈവസങ്കല്പം. ഇഷ്ടംപോലെ ചാറ്റ് ഉണ്ടല്ലേ. മിസ് കേൾക്കുന്നില്ല. മിസ് രണ്ടാമത്തെ ഉത്തരം എന്തായിരുന്നു? പിച്ച നടന്നു കളിപ്പൂ നീ മൂന്നാമത്തത് എല്ലാം ഓമനെ ദൈവസങ്കല്പം. എഴുതിയോ മക്കളെ? ഓക്കെ. അപ്പൊ അത് മൂന്നും ഫിനിഷ് ആണോ? എട്ടാമത്തത് നെക്സ്റ്റ് ഒമ്പതാമത്തെ എന്താ പറയുന്നത്? സംഭാഷണ കവിതകൾ ശേഖരിക്കാം. കുട്ടിയും കാറ്റും മാതൃക തന്നിട്ടുണ്ട് അല്ലെ. കുട്ടി കുഞ്ഞിക്കാറ്റേ കുളിർക്കാറ്റേ കുന്നിനപ്പുറം എവിടെ പോയി. കാറ്റെന്ന് കാവിനരികെ പുഴവക്കിൽ പൂവിൻ വീട്ടിൽ വിരുന്നിനു പോയി. അതേപോലെയുള്ള ഏത് സംഭാഷണ കവിതകള്, അതായത് ഒരു ക്വസ്റ്റ്യൻ അതിന്റെ ആൻസർ, അങ്ങനെയുള്ള സംഭാഷണ കവിതകൾ ശേഖരിക്കാനാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ ശേഖരിക്കണേ. നെക്സ്റ്റ് പത്താമത്തത് എന്താണ്? ചൊല്ലാം രസിക്കാം. ചൊല്ലാം രസിക്കാം. പൂമ്പാറ്റയെ കുറിച്ചുള്ള കവിതകൾ ശേഖരിച്ച് എഴുതുക. എന്ത്? ഇതിലൊന്ന് തന്നിട്ടുണ്ട് നമുക്ക് അല്ലേ. പൂവുകൾ തെണ്ടും പൂമ്പാറ്റ, പൂന്തേനുണ്ണും പൂമ്പാറ്റ, പൂമ്പൊടി വീശും പൂമ്പാറ്റ, പൂമ്പൊടി പൂശും പൂമ്പാറ്റ, പൂവിലുറങ്ങും പൂമ്പാറ്റ. ജി ശങ്കരക്കുറുപ്പിന്റെ ഒരു വരികൾ ഇവിടെ ഉണ്ട്, 4 വരികൾ അല്ലേ. എന്താണ്? പൂവുകൾ തെണ്ടും പൂമ്പാറ്റ, പൂന്തേനുണ്ണും പൂമ്പാറ്റ, പൂമ്പൊടി പൂശും പൂമ്പാറ്റ, പൂവിലുറങ്ങും പൂമ്പാറ്റ. നല്ല വരികൾ അല്ലേ. പൂവുകൾ തെണ്ടും പൂമ്പാറ്റ. അപ്പൊ ഇതുപോലുള്ള പൂമ്പാറ്റയെ കുറിച്ചുള്ള ഒരുപാട് കവിതകളുണ്ട് അല്ലേ. പാറി പാറി നടക്കുന്ന പൂമ്പാറ്റ എന്നുള്ള പോലെ പൂമ്പാറ്റയെ പറ്റിയുള്ള വരികൾ എഴുതുക. 11ാമത്തത് കവിതകൾ ആസ്വദിക്കാം. കുമാരനാശാന്റെ പുഷ്പവാടി എന്ന ബാലകവിതാ സമാഹാരം സശ്രദ്ധം വായിച്ച്, സശ്രദ്ധം
ശ്രദ്ധയോടുകൂടി വായിച്ച് ആസ്വദിക്കുക. കുമാരനാശന്റെ പുഷ്പവാടി എന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് നെറ്റിൽ കിട്ടും കേട്ടോ, യൂട്യൂബിലെല്ലാം കിട്ടും. കുമാരനാശാന്റെ പുഷ്പവാടി എന്ന ബാലകവിതാ സമാഹാരം സശ്രദ്ധം വായിച്ച് ആസ്വദിക്കുക എന്നാണ് പറയുന്നത്. വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും പുഷ്പവാടി? ഇല്ല അല്ലേ? ഒന്ന് വായിച്ചോ, നല്ല ഇതാണ്. നെക്സ്റ്റ് 12ാമത്തെ എന്താണ്? പൂമ്പാറ്റ എന്ന വാക്ക് പോലെ പൂ ചേർന്ന് വരുന്ന ഏതാനും വാക്കുകൾ കണ്ടെത്തി കളങ്ങളിൽ എഴുതാം. അടുത്ത ദിവസം വരുമ്പോഴേക്ക് നിങ്ങൾക്ക് ഞാനൊരു വർക്ക് തരുന്നേ.